Hi, good morning to all. Let's start our new class. This class is also നമ്മുടെ ഈ ക്ലാസ്സും കഴിഞ്ഞ ക്ലാസ്സിൻ്റെ ബാലൻസ് ആയിട്ട്, അതായത് അതിൻ്റെ ബാക്കി ഭാഗമായിട്ട് നമ്മൾ എടുക്കുകയാണ്. ഇത് നമ്മൾ എടുക്കുന്നതിൻ്റെ ഉദ്ദേശം നമ്മൾ പറഞ്ഞു, ചെറിയ ചെറിയ വാക്കുകൾ കൊണ്ട് നമുക്കറിയാവുന്ന കാര്യങ്ങളെ ഇംഗ്ലീഷിലേക്ക് ആക്കുക. നമ്മുടെ മലയാളം എന്ന നമ്മൾ ഉപയോഗിക്കുന്ന ആ മലയാളം ലാംഗ്വേജിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് വരുവാനുള്ള ചെറിയ ചെറിയ ചവിട്ടുപടികൾ, നമുക്കുള്ളിൽ അറിയാവുന്ന കാര്യങ്ങൾ ഇംഗ്ലീഷിലേക്ക് സംസാരിക്കുമ്പോൾ ഒരു ചെറിയ എന്തെങ്കിലും ഒരു നമുക്ക് ചെറിയ ഹിൻഡ്രൻസ്, ഒരു ചെറിയ തടസ്സം അത് അനുഭവപ്പെടുന്നുണ്ട് എങ്കിൽ അതിനെ മാറ്റിയെടുക്കാൻ വേണ്ടി ഇതുപോലെ കുറച്ച് വൊക്കാബുലറീസ്, പദസമ്പത്ത് നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. അതിനു വേണ്ടിയിട്ടുള്ള കുറച്ച് ചെറിയ ചെറിയ സെന്റൻസുകൾ, ഇംഗ്ലീഷ് സെന്റൻസുകളാണ് നമ്മളിപ്പോൾ പഠിക്കുന്നത്. ഇത് നമുക്ക് ഈ ഇംഗ്ലീഷിലേക്കുള്ള നമ്മുടെ ഈ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്, ഓരോ സ്റ്റെപ്പായിരിക്കണം നമുക്ക് ചവിട്ടി കയറുവാനുള്ള ഓരോ പടികളായിട്ട് ഉപയോഗിച്ചുകൊണ്ട്. ഓക്കെ, കം ടു ദി ക്ലാസ്. ഓക്കെ, ഫസ്റ്റ് സെന്റൻസ്, ഫസ്റ്റ് വേർഡ് നമുക്ക് നോക്കാം. മേക്ക് ഷുവർ. മേക്ക് ഷുവർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉറപ്പുവരുത്തുക എന്ന് പറയുന്നതിന് വേണ്ടി ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന വാക്കാണ് മേക്ക് ഷുവർ. ഉറപ്പുവരുത്തുക, ഉറപ്പുവരുത്തുക, മേക്ക് ഷുവർ. അതുപോലെ തന്നെ യൂസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഉപയോഗം. മിസ്യൂസ് എന്ന് പറഞ്ഞാൽ ദുരുപയോഗം, അതായത് ആവശ്യമില്ലാതെ ഉപയോഗിക്കുന്നത്. അന്നേരം നമ്മൾ പറയുകയാണ് ഇത് ദുരുപയോഗം ചെയ്യരുത് എന്ന് പറയണമെങ്കിൽ ഡോണ്ട് മിസ്യൂസ് ഇറ്റ്. ഡോണ്ട് മിസ്യൂസ് ഇറ്റ് എന്ന് പറഞ്ഞാൽ ഇത് ദുരുപയോഗം ചെയ്യരുത്, അതായത് ഉപയോഗിക്കുന്നത് നല്ല കാര്യത്തിന് വേണ്ടിയിട്ട്. ദുരുപയോഗം ചെയ്യരുതെന്ന്. ഇത് ദുരുപയോഗം ചെയ്യരുത് എന്ന് പറഞ്ഞാൽ ആവശ്യത്തിന് വേണ്ടി മാത്രം, നല്ല കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുക. അതാണ് ഡോണ്ട് മിസ്യൂസ് ഇറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ സാധാരണ നമുക്ക് ഉപയോഗിക്കുന്നതാണ്. ഓക്കെ, don't misuse it. You understood, no? Misuse it. Then നിങ്ങൾ അവിടെ ഉണ്ടായിരിക്കണം എന്ന് പറയണമെങ്കിലോ you must be there. You must be there. നിങ്ങൾ അവിടെ ഉണ്ടായിരിക്കണം. ഉണ്ടായിരിക്കണം എന്ന് പറയുന്നതിനാണ് യു മസ്റ്റ് ബി ദേർ. യു മസ്റ്റ് ബി ദേർ മീൻസ് നിങ്ങൾ അവിടെ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ പറയുന്ന എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ നമ്മൾ സന്തോഷമുള്ള കാര്യം പറയുന്നതും സങ്കടമുള്ള കാര്യങ്ങളും പറയും, ഇല്ലേ? അതിനെ കുറിച്ച് പറയുമ്പോൾ എങ്ങനെയാണ് ഇത് പറയുന്നത്? ഇപ്പൊ നമ്മള് സങ്കടമുള്ള ഒരു കാര്യമാണ് പറയുന്നതെങ്കിൽ നമ്മൾ എന്നാ പറയും? നമുക്ക് വിഷമത്തോടു കൂടി നമ്മൾ അതിനെ സ്വീകരിക്കും, ഇല്ലേ? അതുപോലെ വിത്ത്, അതിന് പറയുന്ന വാക്കാണ് വിത്ത് ഗ്രേറ്റ് ഡിസ്ട്രെസ്. വിത്ത് ഗ്രേറ്റ് ഡിസ്ട്രെസ് എന്ന് പറഞ്ഞാല് വിത്ത് ഗ്രേറ്റ് ഡിസ്ട്രെസ് മീൻസ് ഇറ്റ് ഈസ് ഏറെ മനോവേദനയോടെ, ഏറെ മനോവേദനയോടെ. ഏറെ മനോവേദനയോടെ. ഇത് ബുദ്ധിമുട്ടുള്ള ഒരു വാക്ക് കേൾക്കുമ്പോൾ നമ്മൾ പറയുന്നതാണ്. എന്നാൽ സന്തോഷമുള്ള ഒരു കാര്യമാണെങ്കിലോ ഇത് അറിയുന്നതിൽ നമുക്ക് ഒത്തിരി സന്തോഷമുണ്ടെന്ന് പറയണം. ഒത്തിരി സന്തോഷമുണ്ടെന്ന് അതെങ്ങനെയാ പറയുന്നത്? അറിഞ്ഞതിൽ സന്തോഷമുണ്ടെന്ന്. ഗ്ലാഡ് ടു നോ. ഗ്ലാഡ് ടു നോ എന്ന് പറഞ്ഞാലോ, ഗ്ലാഡ് ടു നോ അറിയുന്നതിന്, അറിയുന്നതിന് സന്തോഷം. അറിയുന്നതിന് സന്തോഷം. സന്തോഷം എന്ന് പറയുന്നതിനാണ് ഗ്ലാഡ് ടു നോ നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, അകാല മരണം, അതായത് പ്രായമാകുന്നതിന് മുമ്പിലെ
അകാലത്തിൽ നിര്യാണം പ്രാപിക്കുന്ന സമയത്ത് പറയുന്നത്, അതിന് പറയുന്നതാണ് പ്രീമച്വർ ഡെത്ത്, അകാല മരണം. അന്നേരം പ്രായമൊക്കെ ആകുന്നതിന് മുമ്പ് ചെറുപ്രായത്തിൽ തന്നെ മരിക്കുന്നതിന് പറയുന്നതാണ് പ്രീമച്വർ ഡെത്ത്. അന്നേരം നമ്മൾ പറയും, നമ്മള് എന്നാ പറയുന്നത്, വിത്ത് ഗ്രേറ്റ് ഡിസ്ട്രസ് എന്ന് പറയാം അല്ലേ. അത് അവരോട് പറയും വിത്ത് ഗ്രേറ്റ്, നമ്മൾ അത് കേൾക്കുന്നത് ഗ്രേറ്റ് ഡിസ്ട്രസ്, ഏറെ മനോവേദനയോടെ ആയിരിക്കും നമ്മൾ അത് കേൾക്കുന്നത്. അന്നേരം നമുക്ക് പറയാവുന്ന ഒരു കാര്യമാണ് accept my condolence എന്ന് പറഞ്ഞാല്, accept my condolence എന്ന് പറഞ്ഞാല് എന്റെ അനുശോചനം, എന്റെ ദുഃഖം ഞാൻ അറിയിക്കുന്നു. അനുശോചനം സ്വീകരിച്ചാലും, എന്റെ അനുശോചനം സ്വീകരിച്ചാലും എന്ന് പറയാം. എന്നിട്ട് നമ്മൾ പറയുവാണ്, നമ്മൾ അനുശോചനം സ്വീകരിച്ചാലും എന്ന് പറഞ്ഞു. എന്നിട്ട് ചോദിക്കുക, നിങ്ങൾ അവിടെ നിന്നും എപ്പോൾ വരും എന്ന് ചോദിക്കുക. നിങ്ങൾ അവിടെ നിന്ന് എപ്പോൾ വരും എന്ന് എങ്ങനെയാ ചോദിക്കുന്നേ? എങ്ങനെ, എപ്പോൾ എന്നുള്ളതിന്റെ വാക്ക് എന്താണ്? വെൻ. When will you be here? നിങ്ങൾ എപ്പോൾ ഇവിടെ വരും. നിങ്ങൾ എപ്പോൾ ഇവിടെ വരൂ, എവിടെയായിരിക്കുന്നത് നിങ്ങൾ എപ്പോഴാണ് എന്ന് ചോദിക്കുന്നതാണ് when will you be here. be here എന്ന് പറഞ്ഞ് ആയിരിക്കുക. when will you be here, നിങ്ങൾ എപ്പോൾ വരും എന്ന് ചോദിക്കുന്നതിന് വേണ്ടി നമുക്ക് ചോദിക്കാം നിങ്ങൾ എപ്പോൾ ഇവിടെ വരും. when will you be here. then അതുപോലെ തന്നെ അവിടെ നിന്ന് നിങ്ങൾ എപ്പോൾ തിരിക്കും, അവിടെ നിന്ന് നിങ്ങൾ എപ്പോൾ തിരിക്കും എന്ന് ചോദിക്കാം അല്ലെ. നിങ്ങൾ അവിടെ നിന്ന് എപ്പോൾ തിരിക്കും. അതുപോലെ നമുക്ക് ചോദിക്കാവുന്ന ഒരു കാര്യമാണ് when will you, അതുപോലെ നിങ്ങൾ എപ്പോൾ തിരിച്ചു വരും എന്നാണെങ്കിലോ when will you, തിരിച്ചു വരിക, അതിന്റെ വാക്ക് എന്താണ്? when will you come back. come back, നിങ്ങൾ എപ്പോൾ തിരിച്ചു വരും. തിരിച്ചു വരും. come back, തിരിച്ചു വരിക. come back, തിരിച്ചു വരിക. ഇതുപോലെ when will you be here എന്ന് വെച്ചാൽ ഇവിടെ വരുന്നത്. when will you come back എന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ തിരിച്ചു വരുന്നത് എപ്പോഴാണെന്ന്. ഇതുപോലത്തെ ചെറിയ ചെറിയ സെന്റൻസുകൾ ഉപയോഗിക്കുക. ഇനി നമുക്ക് ഇതുപോലെയുള്ള കുറെ അധികം സെന്റൻസുകളെ പരിചയപ്പെടാം. അപ്പോൾ നമ്മുടെ ക്ലാസ് ഇംഗ്ലീഷ് സംസാരം ഒരല്പം കൂടി സ്പീഡപ്പ് ആക്കാൻ നിങ്ങൾക്ക് സാധിക്കും കേട്ടോ. ഇതുപോലെയുള്ള കുറച്ച് സെന്റൻസുകളൊക്കെ, കുറെ കൂടെ സെന്റൻസുകൾ നമ്മൾ കളക്ട് ചെയ്ത് നമ്മൾ ക്ലാസ് ആയിട്ട് ഇടുകയാണെങ്കിൽ കുറെയെല്ലാം നിങ്ങൾക്ക് അത് ഉപകാരപ്രദമാകുകയല്ലേ. ഓക്കെ, നമുക്കല്ലെങ്കിൽ ഉപകാരപ്രദമാക്കി എടുക്കാം കേട്ടോ. ഓക്കെ, ബൈ ഫോർ ദിസ് ടുഡേസ് ക്ലാസ്. സീ യു ഇൻ ദി നെക്സ്റ്റ് ക്ലാസ്.